നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾക്ക് ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടോ. കുമ്പളങ്ങ വലിയ കുമ്പളങ്ങ കേട്ടത്. ഇതൊരു കാൽഭാഗം കഷ്ടിയുള്ളൂ കേട്ടോ. ഇത് ഇന്നലെ അമ്മ കൊണ്ടുവന്നതാ മണ്ണുത്തിന്ന്. ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചു കേട്ടോ. നന്നായിട്ട് കഷ്ണം ഉണ്ട്. ഇത് നുറുക്കിയാൽ കേട്ടോ ഇഷ്ടം പോലെ കഷ്ണം ഉണ്ടായിരിക്കും. കുമ്പളങ്ങയാണെങ്കിൽ ബെസ്റ്റ് സാധനമാണല്ലോ. നമുക്കറിയാമല്ലോ കുമ്പളങ്ങ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വെറും വയറ്റിൽ കുമ്പളങ്ങ ജ്യൂസ് കഴിക്കണത് സൂപ്പറാണ്. അധികം തടിയുള്ള ആൾക്കാർക്ക് തടി കുറയാനായിട്ടും അല്ലെങ്കിൽ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണെന്നാണ് പറയണത് കുമ്പളങ്ങ ജ്യൂസ് കഴിക്കണത്. കുമ്പളങ്ങ കൊണ്ട് സാമ്പാർ വയ്ക്കാം, കുമ്പളങ്ങ കൊണ്ട് അവിയൽ വയ്ക്കാം, അതുപോലെ തന്നെ ഓലം വയ്ക്കാം, പിന്നെ മുളോശ്യം വയ്ക്കാം, മോരൊഴിച്ച് വയ്ക്കാം, പിന്നെ പുളി ഒഴിച്ച് വയ്ക്കാം, പരിപ്പിട്ട് പുളിയും കറി വയ്ക്കാം, മുരിങ്ങക്കായും മാങ്ങയും കുമ്പളങ്ങയും കൂടി കറി വയ്ക്കാം. അങ്ങനെ ഒരുപാട് കറികൾ വയ്ക്കാം അല്ലേ. ഇനി നിങ്ങൾക്കറിയാവുന്നത് പറയൂ കേട്ടോ, ഞാൻ അറിയേണ്ടതൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിനെ നുറുക്കാം. കുറച്ച് ചോറേ ഉള്ളൂ ഇതിന്, തൊണ്ടും കുറവാണ്, അധികം മൂത്തിട്ടില്ല, എന്നാൽ തീരെ കിളുന്തുമല്ല. ബെസ്റ്റാണ് ഈ സാധനം കേട്ടോ. ശരീരത്തിന് നല്ലതാണിത് കഴിക്കണത്. ആഷ് ഗാർഡ് എന്ന് പറയില്ലേ, ഈ ഇത്രയും വലിയ നല്ല കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുമ്പളങ്ങ കൊണ്ട് പേട ഉണ്ടാക്കും. കുമ്പളങ്ങ കൊണ്ട് പേട നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പേട എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ കിട്ടും. അത് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കണ്ടെന്നാണ് പറയണത്. നല്ല മധുരമുള്ളൊരു സാധനമാണ് കേട്ടോ അത്. അതൊക്കെ ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റാട്ടോ. ഇത്രയും നല്ല കുമ്പളങ്ങ വേറെ കിട്ടാറില്ല നമുക്ക്. അടുത്തൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. നല്ല കുമ്പളങ്ങയാണ്. ഇതൊരു 4 ദിവസം 5 ദിവസത്തേക്കൊക്കെ വെക്കാനുള്ളതുണ്ട്. ഞാൻ ഇന്ന് വെക്കാൻ പോണത് മോരൊഴിച്ചിട്ടാണ് കേട്ടോ. മോരൊഴിച്ച് കൂട്ടാൻ ബെസ്റ്റാണത്. എളുപ്പം പണിയും കഴിയും, നല്ല സ്വാദുണ്ടാവും. ബാക്കി ഉണ്ടായാൽ നാളേക്ക് എടുക്കും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം. ചെറിയ കഷ്ണമല്ല കേട്ടോ, അത് വലിയ കഷ്ണം തന്നെയാക്കിയിട്ട് നുറുക്കണത്. കുമ്പളങ്ങ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ കുമ്പളങ്ങ. നമ്മൾ വയറിന് ബെസ്റ്റാന്ന് പറയില്ലേ കുമ്പളങ്ങ. നുറുക്കി കഴിഞ്ഞത് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. ഇനി ഒരു പീസും കൂടി ഉണ്ട്, അതും കൂടി നുറുക്കിയിടാം. ഇപ്പം മുഴുവനും നുറുക്കി കേട്ടോ. മുഴുവൻ എന്ന് വെച്ചാൽ നമ്മളെടുത്ത കഷ്ണം നുറുക്കി അതൊന്ന് കഴുകാം. വലിയ പാത്രത്തിലിട്ട് കഴുകിയെടുക്കാം കേട്ടോ. കഴുകി ഇനി നമുക്കത് കുക്കറിലിടാം. കുക്കറിലാണ് വെക്കണം കേട്ടോ, വേഗം പണി കഴിയാനായിട്ട് കുക്കറിലിടണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അടയ്ക്കാം. അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിൽ വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ, ഓഫാക്കാം. 2 വിസിൽ. അത് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നാളികേരം കുറച്ച് അരയ്ക്കണം. ഏകദേശം ഒരു 2 കുത്ത്, അതായത് ഒരു നാളികേരത്തിൻ്റെ 1 മുറി നാളികേരം അതിലിട്ടു. 1 ടീസ്പൂൺ ജീരകം ഇട്ടു, 2 പച്ചമുളക് ഇട്ടു, നന്നായിട്ട് അരച്ചെടുത്തു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടോ, വിസിലും വന്നു, പ്രഷറും പോയി. തുറന്നു, നന്നായിട്ട് നോക്കൂ, കഷ്ണം ഉടഞ്ഞിട്ടൊന്നുമില്ല, വെന്തട്ടൊക്കെ ഉണ്ട് കേട്ടോ. മോരൊഴിക്കാം. 1 ഗ്ലാസ് മോരാണ് ഞാൻ എടുത്തത് കേട്ടോ. അതിൽ കുറച്ച് നാളികേരത്തിൽ ഒഴിച്ച് അരച്ചു. ബാക്കിയുള്ളത് ഇതിലൊഴിച്ചു. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഒഴിക്കാം. ഒഴിച്ചു. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത്തിരി വെള്ളവും ഇത്തിരി മോരൊക്കെ ചേർത്ത് അരച്ചത് കാരണം ഒന്ന് തിളയ്ക്കണം കേട്ടോ. അത് ഒന്ന് തിളച്ചോട്ടെ. തിളച്ചു തുടങ്ങിയിട്ടോ. 2 കറിവേപ്പില അതിലേക്ക് ഇടാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വാങ്ങി വയ്ക്കാം.
ഇനി അതിലേക്ക് കടുക് മുളകൊക്കെ വറുത്തിടണം. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോൾ തെറിച്ച് പോവാതിരിക്കാൻ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു നുള്ള് ഉലുവ ഇട്ടു. 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. കറിവേപ്പില ഇട്ടു. വറുത്തിട്ടു. നല്ല വാസനയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൂപ്പർ കറി റെഡി. അടച്ചു വയ്ക്കാം. പാത്രപ്പാകം. നമുക്കേ ഒരു വലിയ കയ്പ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. കയ്പ്പയ്ക്ക ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു മെഴുക്ക് പറ്റി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. ചട്ടിയിലേക്ക് ഉള്ളി ഇട്ടു. ഇളക്കാം. കറിവേപ്പില 2 തണ്ട് ഇടാം. ഇട്ടു. ഇനി വീണ്ടും ഇളക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഇളക്കാം കേട്ടോ. ഇതായിപ്പോൾ ആയി കഴിഞ്ഞു കേട്ടോ. ഉള്ളി മൂത്തു, നല്ല വാസന വന്നു. അതിലേക്ക് നമ്മൾ കയ്പ്പയ്ക്കും ഒരു സവാളയുടെ പകുതി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ടു. ഒരു കുഞ്ഞ് മെഴുക്ക് പുരട്ടിയാണത്. ഒരു കയ്പ്പയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം സവാളയും കൂടി ഇട്ടപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുമല്ലോ. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇളക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വീണ്ടും ഇളക്കുക. മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഉള്ളിയും ഒക്കെ എല്ലാം ഇവിടെ താവട്ടെ. ഒന്ന് വഴന്ന് കിട്ടട്ടെ സവാളയും കയ്പ്പയ്ക്കൊക്കെ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ഇടേണ്ടത് കേട്ടോ. മുളക് പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇളക്കാം. ഇപ്പം നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇളക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ തുറന്ന് ഇളക്കുക. അങ്ങനെ 3-4 വട്ടം തുറന്ന് ഇളക്കി വീണ്ടും അടച്ച് വീണ്ടും തുറന്ന് ഇളക്കി അങ്ങനെ ആകുമ്പോഴേക്കും ഇത് വേവും. 5 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ കുമ്പളങ്ങ മോര് വെച്ച് കൂട്ടാനും കയ്പ്പയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. ഇഷ്ടമായോ?